ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ മലായി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മലായി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 കപ്പ് പാല് നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് പാല് എന്ന് പറയുന്നത് 3/4 ലിറ്റർ പാലാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിപ്പോൾ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടിയും 1/4 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്കേൻ്റെ കുരു ഒന്ന് ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാൽപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതുപോലെ ഒരു ഹാൻഡ് മിക്സ് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ 3 കപ്പ് പാലാണ് എടുത്തിരുന്നത്. ആ പാല് വറ്റിച്ച് നമ്മൾ 2 കപ്പ് പാലാക്കി മാറ്റണം കേട്ടോ. 1 കപ്പ് പാല് നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് 2 കപ്പ് പാലായി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ഒരു സ്ട്രൈനറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, കേക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കുക കേട്ടോ. പഞ്ചസാരയുടെ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കളയണം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുക. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/3 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ടയൊന്നും ചേർക്കാത്ത കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി തൈരാണ് ചേർക്കുന്നത്. തൈരും 1/3 കപ്പാണ് കേട്ടോ. മെഷർമെൻറ്റ് കപ്പിലുണ്ടാവും 1/3 കപ്പ്. ആ കപ്പാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് മലായി ചേർക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിൽ നിന്ന് 1/2 കപ്പാണ് ചേർക്കുന്നത്. തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കാൻ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ടിന്നിൽ ബട്ടർ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഓയിൽ തടവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ടോപ്പിൽ തന്നെയാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്, അല്ലാതെ ഓവനിലൊന്നും അല്ല. അപ്പോൾ മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല അടിപൊളി മലായി കേക്കാണ്. അപ്പോൾ ഇത് എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടിയും കൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും എയർ ബബിൾസ് ഇല്ലാതെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ടോപ്പിൽ ഇതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ ഉരുളി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ റിങ്ങും വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഹോൾ അടച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലാണ് കേക്ക് പെട്ടെന്ന് ബേക്കായി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടീൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ 20 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒരു സ്ക്യൂറൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇത് ക്ലിയർ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കേക്കൊക്കെ തണുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ നമുക്ക് മലായി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചില്ല് പാത്രത്തിലേക്കാണ് ഇപ്പോൾ നമ്മുടെ കേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കണം കേട്ടോ. നമ്മൾ മലായൊക്കെ ഒഴിച്ചെടുക്കുമ്പോൾ കേക്കിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മലായി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഫോർക്ക് വെച്ച് കുത്തിയതൊക്കെ കാരണം കേക്കിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മലായി ഇറങ്ങിക്കോളും. ഇനി നമ്മളിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഈ മലായിയൊക്കെ നന്നായിട്ട് കേക്ക് വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ടുകൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മലായി ഇപ്പോൾ കേക്കിൻ്റെ മുകളിൽ കുറച്ചുണ്ട്, അതുപോലെ പാത്രത്തിലും ഉണ്ട്. അപ്പോൾ നമ്മളൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കേക്ക് അബ്സോർബ് ചെയ്തെടുത്തോളും. അപ്പോൾ നമുക്ക് 1/2 മണിക്കൂർ നേരത്തേക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ആൾറെഡി നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്. പിന്നെ ഈ മലായും കൂടി ചേർത്തത് കാരണം ഇപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. പിന്നെ മലായി കേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.